ഇന്ന് കാലത്ത് എണീറ്റത് അമ്മ എനിക്ക് കാപ്പിയിട്ട് തന്നു കേട്ടോ. പിന്നെ ഞാൻ അമ്മേനെ നോക്കുമ്പോൾ അമ്മ ഭയങ്കര തിരക്കില്ല. കാരണം അമ്മയ്ക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ എനിക്കുള്ള ചോറും കറിയും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാട്ടോ പോവുക. പക്ഷേ ഇന്ന് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ് കറി ഒന്ന് താളിക്കണം, നീ ഫുഡ് കഴിക്കണേക്കാൾ മുന്നേ ഒന്ന് താളിച്ച് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരി അമ്മ പോയിക്കോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അമ്മ പോയതിൻ്റെ ശേഷം ഞാൻ പാത്രം കഴുകാനും പിന്നെ അകൊക്കെ ഒന്ന് വൃത്തിയാക്കാനും അടിച്ചു വാരാനൊക്കെ നിന്ന്. അങ്ങനെ അകൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കിയതിൻ്റെ ശേഷം ഞാൻ കിച്ചണിലോട്ട് എന്താ പറയുക കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഓരോ ദിവസം ഇങ്ങനെ വീട്ടിൽ കഴിയും തോറും എനിക്കിങ്ങനെ ടെൻഷൻ ആവുക, വീണ്ടും ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകാറായല്ലോ, കോളേജിലോട്ട് തിരിച്ചു പോകാറായല്ലോ എന്ന്. ഇത്രയും ദിവസം ഫീൽഡ് വർക്ക് ആയിരുന്നല്ലോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ 2 ദിവസം ലീവ് എടുക്കുക ചെയ്ത് ഞാൻ ഫാക്കൽറ്റീസിനോട് റിക്വസ്റ്റ് ചെയ്തിട്ട്, കാരണം 1-2 കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കേണ്ടിയിരുന്നു. പിന്നെ പണ്ടാണെങ്കിൽ പോലും ഞാൻ ഫ്രൈഡേ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് കയറും കേട്ടോ. എനിക്ക് ഈ ഒരു PG ടൈമിലാണ് ഞാൻ എൻ്റെ അമ്മേനെ വിട്ടിട്ടൊന്ന് അകലേക്ക് നിൽക്കുക പോലും ചെയ്യണത്. അപ്പോൾ അത്രയും ഹോം സിക്നെസ്സുള്ള ഒരാളായിരുന്നു ഞാൻ. ഇപ്പോൾ ഒരുവിധം അഡാപ്റ്റ് ആയിട്ട് വരുന്നു, കുഴപ്പമില്ല. എങ്കിൽ പോലും ഒരു ലീവ് കിട്ടിയാൽ ഞാൻ ഓടി വരും. എൻ്റെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും അത് പറഞ്ഞ് കളിയാക്കും. അങ്ങനെ കറിയൊക്കെ ഒരുവിധം സെറ്റായി. പിന്നെ അപ്പോഴാണ് കറിക്ക് സൈഡായിട്ട് കൂട്ടാൻ, സൈഡ് ഡിഷായിട്ട് കൂട്ടാൻ ഒന്നുമില്ല. അപ്പോൾ പിന്നെ കറി മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ 2 ഉരുളക്കിഴങ്ങ് ഇരിക്കേണ്ടിയിരുന്നു. അത് വേഗം ഞാൻ അരിഞ്ഞ് ഉപ്പും മുളകൊക്കെ ജസ്റ്റ് വലിയ മസാലകളൊന്നും ഇട്ടില്ല, ഉപ്പും മുളകിട്ട് ഞാനതൊന്ന് വറുത്തെടുത്തു. വേപ്പില നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ കറിയൊക്കെ താളിച്ചു. അങ്ങനെ കറിയൊക്കെ ആയി വന്നപ്പോഴേക്കും ഒരുവിധം ടൈമായി ഉണ്ടായിരുന്നു. അപ്പോഴേക്കും എനിക്ക് വിശപ്പ് ഭയങ്കരമായിരുന്നു. പിന്നെ ഞാൻ വേഗം പ്ലേറ്റൊക്കെ എടുത്ത്